ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മാർജിൻ പ്ലേസ്. അങ്ങനെ നമ്മളെ ഒന്നുകൂടി തുടങ്ങാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോട്ടെ 1 ബ്ലോക്ക് സീരീസിൻ്റെ ബാക്കി ശരിക്കും പോയില്ല. അതേ ഞാൻ 2 പ്രാവശ്യം ചത്ത്. എന്നാൽ ഗായ്സ്, ഇന്ന് നമ്മൾ സർവൈവൽ വേൾഡ് തുടങ്ങുകയാണ്. അല്ല ഗായ്സ്, ഇതൊരു പുതിയ സ്റ്റൈലിൽ വാക്കിംഗ് ആണ്. ഐ ആം ഹോപ്പിംഗ്. ഓക്കെ, ജോക്സ് സൈഡ്. അങ്ങനെ നമ്മൾ പുതിയ ഒരു വീഡിയോ തുടങ്ങുകയാണ്. നമ്മളുടെ നമ്മൾ സർവൈവൽ വേൾഡ് തുടങ്ങുകയാണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ഹോപ്പ് യു എൻജോയ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ കുറച്ച് സമയം എടുക്കും. ഓക്കെ. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, വലിയൊരു കഷ്ടം, ഒരു ഷെയിം. എന്നാലും നമ്മളൊരു പ്ലെയിൻസ് ഭയമുള്ള സ്പോൺ ചെയ്തെന്ന് തോന്നുന്നു. മാത്രമല്ല, ആകെ എൻ്റെ ചുറ്റുഭാഗത്ത് കാണേണ്ട മേലെ എന്താ അവിടെയുള്ളതാണ്. അല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. അതല്ലാതെ വേറെ മരമുണ്ട്. അപ്പോൾ അങ്ങോട്ടിലേക്ക് പോവാം. ഇതെന്താ കുറച്ച് ലാഗി ആകുന്നു എന്ന് തോന്നുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് വരാം. ഗൈസ്, നമ്മൾ മെത്തൻ്റെ അവിടേക്ക്. ഇതെന്താ ഒരു പ്രശ്നം? ഫ്രെയിംസ് നോക്കാം. ഓക്കെ, ഒരു നോർമൽ ബാലൻസ് മോഡാണ്. പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മൈനിങ് തുടങ്ങാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ വുഡ് പീസ്. പിന്നെ നമ്മളുടെ ആകെ ഒരു ഗോള് നമ്മളുടെ എൻഡർ ഡ്രാഗനെ കൊല്ലുകയാണ്. നമ്മൾ എത്ര ചെയ്തു, നമ്മൾ ഒന്നും അതൊന്നും ചെയ്ത് സക്സസ് ആയിട്ടില്ല. ഞാൻ ഇതുവരെ ഓഫ് ക്യാമറയിലും കളിച്ചിരുന്നു, അതിലും ഞാൻ ജയിച്ചില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു സക്സസ് ആക്കണം. ഓക്കെ, ഇത് ആദ്യത്തെ മരമായിരുന്നു. രണ്ടാമത്തെ മരം വരുന്നുണ്ട്. ഒരു ഉണ്ടായ സംശയമായിരുന്നു. ഈ മരം കൂടി വെട്ടിയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ 2 മരവും ഒരു കാട്, കറക്റ്റ് സ്ഥലം, ഒരു വലിയ മരം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ഗിയർ ആക്കണം. പിന്നെ കറക്റ്റ് സ്ഥലത്ത് കാരണം ഇവിടെ നമ്മൾ ആദ്യത്തെ ഓറും പിന്നെ മാത്രമല്ല ഇവിടെ കുറേ ജീവികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അത് നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ച് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇനിയും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വരക്കുക. കുറച്ച് സ്റ്റിക്സ്. ഇപ്പോൾ 1 2 8 സ്റ്റിക്സ്. ഞാൻ കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് കല്ലെടുക്കാം. അത് മാത്രമല്ല, നമുക്ക് കോളും എടുക്കാം. കോള് ചിലപ്പോൾ നമുക്ക് പിന്നെ ആവശ്യം വരും. ഓക്കെ, നമുക്ക് ഇതെടുക്കാം. ഇത് എത്ര വീണുണ്ടാവും? 1. നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതലുണ്ടാവണേ ഗായ്സ്. കൂടുതലില്ല, സാരില്ല. ഞാൻ കുറച്ച് സ്റ്റോണും മൈൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഈ ഒരു ഏരിയ മൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ നമുക്ക് ഗിയർ ആക്കേണ്ട. കാരണം ആദ്യം നമുക്ക് കുറച്ച് ഭക്ഷണം വേണം. അതിന് മുമ്പ് നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റൈൽ മോബിൻ്റെ അടുത്ത് കുറച്ച് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ 2 ചാവും. ബൈ ബൈ. ചത്തിയില്ലേ? ഒന്നാമത്തെ ചത്ത്. നമ്മൾ ആദ്യത്തെ ഫുഡും കിട്ടി. രണ്ടാമത്തെ ചാവാൻ പോവുകയാണ്. 3 എണ്ണമാണല്ലേ? യെസ്, ലെറ്റ്സ് ഗോ. കുറച്ചുകൂടി കോപ്പറും ഉണ്ട്. അതുകൊണ്ട് ഈ കോളൊക്കെ നല്ല യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ കോളൊക്കെ നന്നായി മൈൻ ചെയ്യണം. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇത് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. കോപ്പർ ഇവിടെ അയൺ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അതാകണേ. ഞാൻ അപ്പോൾ ഒരു ബെഡ്റൂം കുറച്ച് സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ
ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ പഴയ ടൂൾസ് അതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുഴിച്ചിടുകയാണ്. ബൈ ബൈ ആദ്യത്തെ ടൂൾസ് അവിടെ വെക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. അപ്പോൾ ബെഡ് ഉണ്ടാക്കിയില്ല, ഞാൻ ബെഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഗിയറപ്പ് ആകുന്നുണ്ട്. എനിക്ക് ഡേർട്ട് ആവശ്യമുണ്ടാവുമില്ല. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇത് ചോപ്പ് ലെറ്റ്സ് എക്സ്പ്ലോർ ആക്കുന്ന അനുസരിച്ച് നമുക്ക് ഹോർസി. ഓക്കെ, ഇതിനെ ടൈം ആക്കാൻ പറ്റുമോ? ഇതിന് ടൈമായി. ലെറ്റ്സ് ഗോ. വാ, ഇങ്ങോട്ട് വാ. പക്ഷേ നമുക്ക് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഓ നോ, സണ്ണ് സെറ്റ് ആവുന്നുണ്ട്. കാവും 2 പശു. അല്ല, ഒരു സാഡിൽ ഉണ്ടാക്കാൻ എത്ര സാധനങ്ങൾ വേണം? എൻ്റെ ഒരു ലൗഡ് ആനിമലിൻ്റെ സൗണ്ട് കൂടുതലാ. എനിക്ക് എത്ര ലെതർ കിട്ടിയില്ല. സോറി ഗായ്സ് ഫോർ ദ കൊറസ് സൗണ്ട്. അങ്ങനെ പുതിയ അച്ചീവ്മെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സണ്ണ് സെറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഉറങ്ങുക. ഗുഡ് നൈറ്റ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ദിവസം. അങ്ങനെ നന്നായി വെള്ളമായിട്ട് പോയിട്ടുണ്ട്. നമുക്കൊരു പുതിയ കുതിരനെ കിട്ടിയിട്ടുണ്ട്. എത്ര വേഗത്തിൽ പോകുന്നാവോ. ഞങ്ങൾക്ക് ലെതറുമാണ് മൈൻ്റെ. ഇതൊക്കെയാണ് അടുത്ത പശു. നീ എനിക്ക് എൻ്റെ തോൾ തന്നെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ മൂടുക തള്ളും. എന്തെങ്കിലും പിന്നെ നമ്മളുടെ ആദ്യത്തെ ഒന്നാമത്തെ എക്സ്പീരിയൻസ് ലെവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സാഡലത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുതിരക്ക് എന്താ പേര് വേണ്ടി ആ പേരൊന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതെടുത്ത് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹോഴ്സ്. ഇതിൻ്റെ പേര് ജെയ്മീനിടാം. അതിനു മുമ്പ് നമുക്കൊരു സ്ക്വിഡിന് വേണം. കാരണം ഞാൻ എന്തിനാ കാണിച്ചത്, ഞാൻ സ്ക്വിഡിന് കണ്ടുപിടിച്ച് വരാം. അപ്പോൾ ഗായ്സ് നമ്മൾക്ക് ഒരു സ്ക്വിഡിനെ കാണാൻ പറ്റിയില്ല. എന്നാലും നമ്മളുടെ കുതിരനെ ഇവിടെ നിർത്താം. പിന്നെ മാത്രമല്ല ഇവൻ്റെ പേര് എനിക്ക് തോന്നുന്നത് ജെയ്മീനാണ്. പിന്നെ ഇവൻ എൻ്റെ കുതിര തന്നെയാണ്. ഇവന് ഇതാക്കാൻ പറ്റൂല. എന്നാലും നമുക്ക് ഷുഗർ കെയിനും കാണിച്ചിട്ടുണ്ട്. സോഡോട്ട് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പേപ്പർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം? അതെ, ബുക്ക് ഉണ്ടാക്കാം. എന്നാലും ബുക്ക് എന്തിനാന്ന് നിങ്ങൾ ചോദിക്കും. കാരണം ബുക്കിൽ ഓരോ കോഡിന് എവിടെടാ എടുത്തോക്ക് വേണോ. ഓക്കെ ഗായ്സ്, അതവിടെ ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ബൈ ജെയ്മി, നിന്നെ ഞാൻ എപ്പോഴും ഓർമ്മിക്കും. പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. എത്ര ലാഗിയാണ്. ഒന്നുകൂടി നോക്കട്ടെ. ലോ പവർ മോഡ്, പ്രോ ഗെയിമർ മോഡാണെങ്കിൽ എത്ര ആവും? ഓക്കെ, ഇതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്ക് ആദ്യം ബോട്ട്. നീ തന്നില്ലെങ്കിൽ തന്നില്ല. ഓക്കെ, എന്നാലും വീട് അടുക്ക. ഞാൻ ഓനെ തല്ലി. അപ്പോൾ ഓനെ ചാടി, ഓനെ ചത്ത്. നിങ്ങളായിക്കോട്ടെ. എന്നാലും നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് എത്തണം. ഹലോ, കുറച്ചെന്തോ ഒന്ന് പറ്റിയില്ല. ഓക്കെ, ഇനി നമ്മൾ ക്രാഫ്റ്റ്. ഞാൻ എന്താ കുതിരശാല കളിക്കേ? ഓക്കെ
ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ കയറി. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അതാ. ഓക്കെ, നമ്മളിപ്പോൾ എന്തുണ്ടാക്കാം? ഒരു ബോട്ട് വേണം, പക്ഷെ അതിന് വേണ്ടിയിട്ടൊരു ഷവൾ വേണം. അതുകൊണ്ട് ഒരു ഷവൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ കോളിൻ്റെ സ്ലോട്ടിൽ വെക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഓൾ ഗിയർഡ് അപ്പ്. ലെറ്റ്സ് ഗോ. ഓ വേണ്ട ഗായ്സ്, ഷുഡ് ഐ റിസ്ക് ഇറ്റ്? ഓക്കെ, നോ റിസ്കിങ് എനിമോർ. നോ മോർ റിസ്കിങ്. അവിടെ ചാവാനെന്ന്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ബോട്ട് വെക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ എനിക്ക് ഭക്ഷണം കഴിക്കാനായി എനിക്ക് വിശക്കണേ. ഞാൻ കുറച്ച് എക്സ്പ്ലോർ ആക്കിയിട്ട് വരാം ഗായ്സ്. ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ക്വിഡിന് തന്നെ കിട്ടിക്കണേ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആവശ്യം എന്താ പറഞ്ഞുതരാം. ഓ നിൽക്കണ. ഓയ്, ഇവിടെ സ്ക്വിഡ്. ആ ചേട്ടാ, എൻ്റെ ഇങ്സാക്കാണ് എനിക്ക് ആവശ്യം. ഓടാ ഇങ്സാക്ക്. യെസ്, അങ്ങനെ ആദ്യം നമ്മൾ ഇങ്സാക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് പോകണം. എങ്ങനെ എനിക്ക് വിശക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഷുഗർ കെയിന് 3 ഷുഗർ കെയിൻ വേണോ? ഒരു ബുക്ക് വേണം. ബുക്കാണെങ്കിലോ, ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഉറങ്ങാൻ പോവാണ്. കാരണം ഞാനൊന്ന് ക്രാഫ്റ്റിംഗ് ചെയ്യാനോ അപ്പോൾ ഒന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗായ്സ്. അങ്ങനെ ഗായ്സ്, ഞാൻ ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാം. അതിന് ആകെ എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, പേപ്പർ ഇവിടെ വെക്കാം. എനിക്ക് ആകെ ആവശ്യമുള്ളത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ലെതർ. ഒരു മിനിറ്റ് നോക്കട്ടെ. ബുക്ക്, ഒരു ലെതർ വേണം. പിന്നെ ഒരു ഫെദറും. ആ ഫെദർ പൊട്ട് തന്നെ കളക്ട് ചെയ്യാം. പക്ഷെ എവിടെ? ഓയ്, ഇങ്സാക്കും ഞാനൊന്ന് യോക്കിന് ചെറിയ കാര്യം ചെയ്യാണ്. അപ്പോൾ ബോർഡ് ചെയ്യാം. ലെറ്റ്സ് ഗോ. പഞ്ചസാര അവിടെ. ഞാൻ എവിടേക്ക് തന്നെ പോകുന്നുണ്ട് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം. പിന്നെ ഗായ്സ്, നമ്മുടെ സ്കൂൾ തുറന്നില്ലേനാ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ്? നീണ്ട ഷുഗർ കെയിൻ ആണല്ലോ. ഞാൻ സാധാരണ കാണാത്ത നീളമാണ്, എന്നാലും നല്ലതാണ്. അപ്പം നമ്മുടെ സ്കൂളിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവും. എന്തോ ഒരു പശുവിനെ കണ്ട മാതിരി ഉണ്ടല്ലോ. പക്ഷേ പശു ഇല്ല. പശു ഉണ്ടെങ്കിൽ ഒരു ലെതർ മതി. ആ ലെതറോട്ട് തന്നെ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതൊരു ബബിൾ കോളമാണോ? ഇനി ഇത് ഇങ്ങോട്ട് ഇങ്ങനെ പോയാൽ ജസ്റ്റ് വെയിറ്റ് ഗായ്സ്, ഇത് നല്ല സൈക്കും. ഇത്ര ഒരു ഒച്ച എന്താന്ന് മനസ്സിലാക്കിയത്. എൻ്റെ ചെവി പൊട്ടി തോന്നുന്നു. എന്നാലും കാര്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടി. ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇനി എനിക്കൊരു പശുവിനെ കാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം. അങ്ങനെ ഗായ്സ്, ഞാൻ കരയിലെത്തി. ഇതൊരു ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഫോറസ്റ്റിലല്ലേ കുറേ അനിമൽ. നമ്മൾ 4ാം ക്ലാസ്സും പഠിച്ചിട്ടാണ്. ഫോറസ്റ്റ് ഒരു ഈക്കോ സിസ്റ്റമാണ്. അതുകൊണ്ട് ഇവിടെ കുറേ ജീവികളുണ്ടാവും, പ്രത്യേകിച്ച് പശു. അതാണ് ഞാൻ ഇപ്പോൾ കാണാത്തത്. പിന്നെ അതെനിക്ക് ആവശ്യം. പിന്നെ ഇത് എന്തൊരു ലാഗിയാണ്. കൊടുക്കണേ ഇങ്ങോട്ട് വേടാ. നല്ല ചുള്ളലല്ലേ, നല്ല തടുത്ത തോലുണ്ടാവും. പ്ലീസ്.
ഒറ്റ തോലുമില്ല. ലെതർ. ഓ, അറ്റ്ലാന്റിസ്. ഒരു ഏത് അച്ചീവ്മെൻ്റ് കിട്ടിയാണെന്ന് നോക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ എല്ലാ ചെയ്ത അച്ചീവ്മെൻറ്റ്സ്. പക്ഷേ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ ഫൈൻഡ് അണ്ടർ വാട്ടർ റൂയിൻ. അപ്പോൾ നമ്മൾ റൂയിൻ്റെ മേൽ കൂടി പോയിന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഗെയിം സ്കോർ. ഞാൻ 11 മണിക്കൂറായി ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ ഒന്നുകൂടി കാണാം. ഗായ്സ്, ഞാൻ എന്താ കണ്ടുപിടിച്ചെന്ന് കണ്ടോ? ഒരു ക്യൂട്ട് ഡോഗി. പക്ഷേ ടൈം ആവാൻ പറ്റില്ല, കാരണം എനിക്ക് ഒരു ബോണില്ല. സാരില്ല, നമുക്ക് ഇവിടേക്കൊന്ന് വന്ന് നോക്കാം. ഇവിടെ ഒറ്റക്കാവില്ല, അതിനും എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല. എന്നാലും നമുക്ക് എന്താ ചെയ്യണ്ടേ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഗായ്സ്, എനിക്ക് തോന്നുന്നു ഇത്ര ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോഗ്രസ് ചെയ്ത് നമ്മളൊരു ബുക്ക് ആൻഡ് ക്വിൽ ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് പറ്റിയില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ബീച്ചിലാണ്. പിന്നെ ഹോപ്പ് യു എൻജോയ്. പിന്നെ മാത്രമല്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് 200 സബ്സ്ക്രൈബ് എന്താണ് ചെയ്യാനുള്ള ഗോളാണ്. എനിക്കിപ്പോൾ 142 സബ്സ്ക്രൈബാണ്. അപ്പോൾ ആ സബ്സ്ക്രൈബ് കൂട്ടാൻ കേട്ടോ, അതിന് 200 എത്തിപ്പിക്കണം. ആൻഡ് ബൈ ബൈ. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം.